CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കരിമ്പുഴ തെരുവിൽ നിർമ്മാണം പൂർത്തീകരിച്ച കുന്തിപ്പുഴയുടെ വലതുകര സംരക്ഷണ ഭിത്തി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിച്ചു. 2024-25 വർഷത്തെ റിവർ മാനേജ്മെന്റ് ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചെർപ്പുളശ്ശേരിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ബജറ്റ് 121 കോടി രൂപയിലധികം വരവ് ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് വൈസ് ചെയർമാൻ CJ കൃഷ്ണൻ അവതരിപ്പിച്ചത്. വയോജനങ്ങൾക്കായി ഹാപ്പിനെസ് പാർക്ക്, നാട്ടുചന്ത, ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയ്ക്കും ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട്. മലപ്പുറം നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കാത്തതിനെതിരെ നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പടി പോലീസ് സ്റ്റേഷന് മുൻവശത്ത് ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. സ്റ്റാൻഡിൽ കയറാതെ സർവീസ് നടത്തിയ ബസ്സുകൾ തടഞ്ഞതോടെ ഡ്രൈവർമാരും ജനപ്രതിനിധികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തട്ടകത്തെ ഉത്സവ ലഹരിയിലാഴ്ത്തി മണ്ണാർക്കാട് പൂരം വലിയാറാട്ട് ആഘോഷിച്ചു. അരകുറിശി ഉദയർകുന്ന് ഭഗവതി രാവിലെ വലിയാറാട്ടിന് എഴുന്നള്ളിയതോടെ തട്ടകത്തിൽ പൂരാരവം പെയ്തിറങ്ങി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കരിമ്പുഴ തെരുവിൽ നിർമ്മാണം പൂർത്തീകരിച്ച കുന്തിപ്പുഴയുടെ വലതുകര സംരക്ഷണ ഭിത്തി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിച്ചു. 2024-25 വർഷത്തെ റിവർ മാനേജ്മെന്റ് ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇവിടെ ഇപ്പോ നേരത്തെ തന്നെ ഞങ്ങളോട് പറഞ്ഞതുപോലെ 100ഓളം നെയ്ത്തു തൊഴിലാളികൾ ഉൾപ്പെടെ 300ഓളം വരുന്ന ആളുകൾക്ക് പ്രയോജനം ചെയ്യാവുന്ന വിധത്തിൽ ഒരു പദ്ധതി വേണം എന്ന് പ്രിയപ്പെട്ട KP സുരേഷ് രാജൻ നിർദ്ദേശിച്ചു. അന്നത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന നിഷാരാമന്റെ പ്രത്യേകമായിട്ടുള്ള അഭ്യർത്ഥന ഞങ്ങൾക്ക് ലഭിച്ചു. നിഷയുടെ അഭ്യർത്ഥന പരിശോധിച്ച് ആ പരിപാടികളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പ്രിയപ്പെട്ട ഹൈ ലെവൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള റജയനോട് ഇവിടെ വന്ന് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ലഭ്യമായിട്ടുള്ള ആവശ്യങ്ങളിൽ കുറച്ചുകൂട്ടി ഹാൻഡ് റെയിൽ ഉൾപ്പെടെ കുറച്ച് വിപുലമാക്കണമെന്ന് അജയേട്ടനും അഭിപ്രായപ്പെട്ടു. അതനുസരിച്ച് സാങ്കേതികമായിട്ടുള്ള കാര്യമൊക്കെ ബിജു പറഞ്ഞിട്ടുണ്ട്. ഈ 2 കരകളിലും കുറച്ചു ദൂരം കെട്ടി അത് വളരെ മനോഹരമാക്കാൻ വളരെ ശ്രദ്ധേയമായ വിധത്തിലുള്ള ഒരു കടവാണിപ്പോ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. കരിമ്പുഴ തെരുവിനു സമീപം നടന്ന ചടങ്ങിൽ ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. റവന്യൂ വകുപ്പിന്റെ റിവർ മോണിറ്ററിംഗ് ഫണ്ട്, റവന്യൂ വകുപ്പാണെന്നുള്ള നല്ല ധാരണയോടുകൂടി തന്നെ പറയുന്നു റിവർ മോണിറ്ററിംഗ് ഫണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ നാടിന്റെ പ്രകൃതിയെ, പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു കയ്യൊപ്പ് കൂടി ഇതിന് വന്നു എന്നത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ വില്ലേജ് ഓഫീസുകൾ സാധാരണ നിലയിൽ അത്രമാത്രം ജനാധിപത്യ ജനകീയ ഇടപെടലുകൾക്ക് വിധേയപ്പെടാത്തൊരു ഓഫീസായിരുന്നു. ഈ ഗവൺമെന്റിന്റെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്ന്, റവന്യൂ വകുപ്പിന്റെ അഭിമാനകരമായ നേട്ടങ്ങളിലൊന്ന്, എല്ലാ മാസവും 3ാമത്തെ വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് നമ്മുടെ വില്ലേജ് ഓഫീസുകളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എല്ലാവർക്കും പങ്കെടുത്ത് നമ്മുടെ റവന്യൂ വകുപ്പിലെ ഏറ്റവും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളുടെ പ്രവർത്തനത്തിന് ആ നിലയിലുള്ള ഒരു ജനകീയ ഇടപെടലിന്റെ സാധ്യത തുറന്നു വന്നത് പ്രിയപ്പെട്ട നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി മുൻകൈയെടുത്താണ് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. പാലക്കാട് മൈനർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബിജു പദ്ധതി വിശദീകരണ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രദേശത്തെ നെയ്ത്തു തൊഴിലാളികളായ രംഗപ്പൻ, KA രവി, തങ്കവേലു എന്നിവർ ചേർന്ന് മന്ത്രി കെ രാജൻ, കെ പ്രേംകുമാർ MLA, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം KP സുരേഷ് രാജ്, RMF കമ്മിറ്റി അംഗം R അജയൻ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം KP സുരേഷ് രാജ്, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതി വാസൻ, വാർഡംഗം മല്ലിക എന്നിവർ സംസാരിച്ചു. മൈനർ ഇറിഗേഷൻ ഡിവിഷനിലെ അജിത് സിംഗ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. മൈനർ ഇറിഗേഷൻ ഡിവിഷനിലെ അഞ്ജിത് സിംഗ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. CCN കടമ്പഴിപ്പുറം. മലപ്പുറം നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കാത്തതിനെതിരെ നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പടി പോലീസ് സ്റ്റേഷന് മുൻവശത്ത് ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. സ്റ്റാൻഡിൽ കയറാതെ സർവീസ് നടത്തിയ ബസ്സുകൾ തടഞ്ഞതോടെ ഡ്രൈവർമാരും ജനപ്രതിനിധികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി.
സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് സ്ഥലത്തെത്തിയ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് തിരിച്ചുവിട്ടതോടെയാണ് പ്രതിഷേധം താൽക്കാലികമായി അവസാനിച്ചത്. ബസ് ഉടമകളുമായി മുൻപ് നിരവധി തവണ ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാൻ തയ്യാറായിരുന്നില്ലെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഭരണസമിതിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ബസ് ഉടമകൾ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിക്കുകയും സർവീസ് നിർത്തിവെക്കുകയും ചെയ്തു. സ്റ്റാൻഡിൽ പ്രവേശിക്കാത്ത നടപടി തുടർന്നാൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും ബസ്സുകൾ തടയുന്നത് തുടരുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനിഷ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആരിസാമിയാൻ, പരി അബ്ദുൾ മജീദ്, മറിയുമ്മ ഷെരീഫ്, സമീറ മുസ്തഫ, പ്രതിപക്ഷ നേതാവ് അനിൽകുമാർ എന്നിവരും വിവിധ കൗൺസിലർമാരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. CCN മലപ്പുറം. ചെർപ്പുളശ്ശേരിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ബജറ്റ് 121 കോടി രൂപയിലധികം വരവ് ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് വൈസ് ചെയർമാൻ C ജയകൃഷ്ണൻ അവതരിപ്പിച്ചത്. വയോജനങ്ങൾക്കായി ഹാപ്പിനെസ് പാർക്ക്, നാട്ടുചന്ത, ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയ്ക്കും ബജറ്റിൽ തുക നീക്കിവെച്ചിട്ടുണ്ട്. നഗരസഭയുടെ 2026-27 വർഷത്തെ വാർഷിക ബജറ്റാണ് കൗൺസിൽ മുൻപാകെ അവതരിപ്പിച്ചത്. ജനങ്ങൾക്ക് അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ നഗരസഭയുടെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തുപകരുന്ന നിർദ്ദേശങ്ങളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയതെന്ന് ബജറ്റ് അവതരിപ്പിച്ച നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ പറഞ്ഞു. ആകെ 121,54,11,177 രൂപ വരവും 94,64,36,500 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 26,86,74,677 രൂപ മിച്ചവുമാണ് കണക്കാക്കുന്നത്. ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനം, പാർപ്പിടം, ആരോഗ്യം, കൃഷി എന്നീ മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് ബാധ്യതയാകാത്ത വിധം നികുതിയേതര വരുമാന സ്രോതസ്സുകളിൽ നിന്ന് വിഭവ സമാഹരണം നടത്താനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. തനത് വരുമാനമായി 13.62 കോടി രൂപ പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ വിവിധ പദ്ധതികൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നുള്ള ഫണ്ടുകളും MP, MLA ഫണ്ടുകളും പ്രയോജനപ്പെടുത്തും. കാർഷിക മേഖലയിലെ സമഗ്ര ഉന്നമനത്തിനായി 1.5 കോടി രൂപ ചെലവിൽ നാട്ടുചന്ത എന്ന വിപണന കേന്ദ്രം സ്ഥാപിക്കും. നെല്ല്, തെങ്ങ്, പച്ചക്കറി കൃഷിക്കായി 1.36 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ മൃഗസംരക്ഷണ ക്ഷീരമേഖലയ്ക്ക് 40.20 ലക്ഷം രൂപയും ചെറുകിട വ്യവസായ വികസനത്തിന് 25 ലക്ഷം രൂപയും മാറ്റിവെച്ചു. ഭവനരഹിതർക്കായി PMAY പദ്ധതിക്കു പുറമെ 500 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തിൽ 10 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഭവന പുനരുദ്ധാരണത്തിന് 1 കോടിയും വകയിരുത്തി. മാലിന്യ സംസ്കരണത്തിനും ശുചിത്വ പ്രവർത്തനങ്ങൾക്കുമായി 9.03 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ചെർപ്പുളശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതി വിതരണ ലൈനുകൾ ദീർഘിപ്പിക്കാനും ടാങ്കർ ലോറികളിൽ വെള്ളമെത്തിക്കാനുമായി 37 ലക്ഷം രൂപ വകയിരുത്തി. അംഗൻവാടി കുട്ടികളുടെ പോഷകാഹാര വിതരണത്തിനായി 36.80 ലക്ഷം രൂപയും അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 30 ലക്ഷം രൂപയും വകയിരുത്തി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി യഥാക്രമം 33 ലക്ഷം, 86.50 ലക്ഷം രൂപ വീതവും പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്കായി 33 ലക്ഷം രൂപയും ബജറ്റിലുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിനായി 18.22 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി 34.18 ലക്ഷം രൂപയും ഹാപ്പിനെസ് പാർക്ക് പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾക്കായി 83.50 ലക്ഷം രൂപയും പെൻഷൻ ഇനത്തിൽ 1.35 കോടി രൂപയും നൽകും. പട്ടികജാതി വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി 1.99 കോടി രൂപയാണ് വകയിരുത്തിയത്. പുതിയ റോഡുകൾക്കായി 2 കോടി രൂപയും നിലവിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 3.36 കോടി രൂപയും മാറ്റിവെച്ചു. ആധുനിക സൗകര്യങ്ങളുള്ള ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് 12 കോടി രൂപയുടെ ബാങ്ക് വായ്പയും സർക്കാർ ഗ്രാന്റും പ്രയോജനപ്പെടുത്തും. കൂടാതെ ടൂറിസം മേഖലയിലെ വികസനത്തിനായി തൂതപ്പുഴയിലെ കാളികടവ് ഭാഗം ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ 3 കോടി രൂപയും ബജറ്റിൽ നീക്കിവെച്ചു. ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി 2.78 കോടി രൂപ നീക്കിവെച്ചു. ഡയാലിസിസ് രോഗികൾക്ക് ഹൃദ്യം പദ്ധതിയും ക്യാൻസർ, കരൾ രോഗികൾക്കായുള്ള ധനസഹായവും ഇതിൽ ഉൾപ്പെടും. കൂടാതെ 10 ലക്ഷം രൂപ ചെലവിൽ പുതിയ ആംബുലൻസ് വാങ്ങും. ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം ഉയർത്തുന്നതിനൊപ്പം നഗരസഭയെ ISO നിലവാരത്തിലേക്ക് ഉയർത്താനും കേസ്മാർട്ട് പോലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാനും ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട്. CCN ചെർപ്പുളശ്ശേരി.
ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ബജറ്റ് പരിപൂർണമല്ലെന്ന് പ്രതിപക്ഷം. മുൻ വർഷങ്ങളിലെ ആവർത്തനം മാത്രമാണ് ബജറ്റിൽ കാണാൻ കഴിയുന്നതെന്നും ബജറ്റ് അവതരണത്തിന് ശേഷം നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. എന്നാൽ സർവ്വ മേഖലയെയും സ്പർശിക്കുന്ന ജനകീയ ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് ഭരണപക്ഷ കൗൺസിലർമാരും പറഞ്ഞു. ബജറ്റ് അവതരണത്തിന് ശേഷമാണ് ചർച്ച നടന്നത്. ആദ്യം സംസാരിച്ച മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സമീജ് സർവ്വമേഖലയെയും സ്പർശിക്കുന്ന ജനകീയ ബജറ്റാണ് ഈ ഭരണസമിതി അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു. ഓരോ വ്യക്തിയുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങി എല്ലാ മേഖലയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്നും പിറകോട്ട് നിൽക്കുന്ന പ്രയാസമനുഭവിക്കുന്ന ഓരോ മനുഷ്യരെയും തൊട്ട് തലോടുന്ന രീതിയിലുള്ള ഒരു വാർഷിക ബഡ്ജറ്റാണ് ഇവിടെ അവതരിക്കപ്പെട്ടത്. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് ബജറ്റ് പരിപൂർണമല്ലെന്ന വിമർശനമാണ് ഉന്നയിച്ചത്. ജനങ്ങൾക്ക് വേണ്ടത് വീടാണ്, താമസിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടത് ആരോഗ്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് കടലാസുകളിൽ കോടികൾ PMAY എന്ന് പറഞ്ഞ് നിരവധി തവണ ആവർത്തിച്ചതുകൊണ്ട് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ പോണില്ല. ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ക്രിമിറ്റോറിയം ഒക്കെ പലതവണ പറഞ്ഞതാ. ഇത് മുൻപത്തെ ബഡ്ജറ്റ് പുസ്തകം നോക്കി ഉദ്യോഗസ്ഥന്മാർക്കും എളുപ്പമാണ്, അത് നോക്കി ഇങ്ങനെ പകർത്തിയാൽ മതിയല്ലോ. എന്നിട്ട് ഡേറ്റും തീയതിയൊക്കെ ഒന്ന് മാറ്റി അക്കവും കാലാനുസൃതമായി ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പൊ ക്രിമിറ്റോറിയം ഇതുവരെ നമുക്ക് പ്രാപ്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പല ആളുകൾ, ഇതര സമുദായത്തിലെ പല ആളുകളും ദൂര സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഇവിടെ ചെർപ്പുളശ്ശേരി പോലെ വളർന്നു വരുന്ന നഗരത്തിന്റെ എല്ലാ പ്രമാണിത്വവും ഇതിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭ എന്ന നിലയിൽ നമുക്കത് അത്യന്താപേക്ഷിതമായി നടപ്പാക്കേണ്ടതാണ്. തുടർന്ന് സംസാരിച്ച ഭരണപക്ഷ കൗൺസിലർമാർ ബജറ്റിനെ പ്രശംസിച്ചപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാർ വിമർശനം ഉന്നയിച്ചു. 121 കോടി നമ്മുടെ വരുമാനം, 94 ചെലവും എന്നുള്ളതാണ് നമ്മുടെ ബഡ്ജറ്റിൽ കാണുന്നത്. പക്ഷെ നമ്മുടെ വാർഷിക പദ്ധതിയിൽ വെറും 21 കോടിയാണ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെയൊക്കെ നമ്മളത് വിദ്യാർത്ഥികളെ കേട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു മാച്ച് ഇല്ലാത്ത ഒരു എന്ത് ബഡ്ജറ്റാണ് തോന്നുന്നത്. മഹാനായ മാർക്സ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ സംബന്ധമായ ഒന്നും ഞങ്ങൾക്ക് അന്യമല്ല, മനുഷ്യ സംബന്ധമായ ഒന്നും ഞങ്ങൾക്ക് അന്യമല്ലെന്നും മനുഷ്യനായി ബന്ധമുള്ള എന്തിനും ഞങ്ങൾ ഇടപെടുന്നു, അതിൽ അഭിപ്രായം പറയുന്നു എന്ന് പറഞ്ഞ മാർക്സിന്റെ വരികളെ വളരെ മനോഹരമായി ഈ ഭരണസമിതി ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഈ ജനകീയ ബഡ്ജറ്റിനെ അഭിവാദ്യം ചെയ്തു പിന്തുണക്കുകയാണ്. അക്കങ്ങളിൽ ഉറപ്പില്ല എങ്കിലും വാക്കുകളിൽ ആത്മവിശ്വാസം നിറയുന്നു. ശബ്ദം കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് ഉള്ളടക്കം കൂടുതലാണ് എന്ന് കരുതാനാവില്ല. ഉറച്ച സാമ്പത്തിക അടിത്തറ ഇല്ലാതെ വികസനത്തിന്റെ മുഴക്കം വെറും പ്രതിധ്വനി മാത്രമായിരിക്കും എന്നാണ് പൊള്ളയായ ഈ ബജറ്റിനെ കഴിഞ്ഞ കൗൺസിലിൽ ഇരുന്ന് കേട്ടപ്പോൾ ആദ്യമായും ആധികാരികമായും പറയാനുള്ളത്. കുറച്ച് സമയം നമുക്ക് കിട്ടിയത് ബജറ്റ് ആയി നോക്കി കാണാനായിട്ട്. അതിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമാണ്. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മുടെ നഗരസഭയുടെ ബജറ്റ് പൂർണ്ണമാക്കുന്നതിന് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അതുകൊണ്ട് തന്നെ നഗരസഭയുടെ ബജറ്റ് പരിപൂർണമല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഇതിൽ ഇവിടെ വരുന്ന ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ച് അത് പരിപൂർണമാക്കി നമ്മുടെ നഗരസഭയിലെ ജനങ്ങളുടെ സമൂഹം വികസനത്തിന് വേണ്ടി, സമൂലമായ വികസനത്തിന് വേണ്ടി അത് ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്നാൽ BJP കൗൺസിലർ P. ജയൻ ബജറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടത്ര സമയം കിട്ടിയില്ലെന്ന വിമർശനവും ഉന്നയിച്ചു. വാർഷിക ബജറ്റിനെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു അവലോകനം നടത്താനോ മനസ്സിലാക്കാനോ വിശകലനം ചെയ്യാനോ അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്താനോ ഭരണസമിതിയുടെ നേതൃത്വത്തിന്റെ ഭാഗത്ത് താല്പര്യം ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ അരമണിക്കൂർ സമയം വിട്ടുകൊടുത്തുകൊണ്ടല്ല ഈ ബജറ്റ് ചർച്ച നടത്തുന്നത്. അതിന് കൃത്യമായിട്ട് മിനിമം ഉച്ചയ്ക്ക് ശേഷമെങ്കിലും യോഗം ആക്കാൻ, 2 മണിക്കോ 3 മണിക്കോ ബജറ്റ് ചർച്ച വയ്ക്കാൻ ഉള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ളത് ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയാണ്. CCN ചെർപ്പുളശ്ശേരി. തട്ടകത്തെ ഉത്സവ ലഹരിയിലാഴ്ത്തി മണ്ണാർക്കാട് പൂരം വലിയാറാട്ട് ആഘോഷിച്ചു. അരകുറിശി ഉദയർക്കുന്ന് ഭഗവതി രാവിലെ വലിയാറാട്ടിന് എഴുന്നള്ളിയതോടെ തട്ടകത്തിൽ പൂരാരവം പെയ്തിറങ്ങി. നാളെ ചെട്ടിവേലയോടെ മണ്ണാർക്കാട് പൂരത്തിന് സമാപനമാകും.
ഭഗവതി ആറാട്ടിന് പുറപ്പെടും മുൻപ് തന്നെ ക്ഷേത്ര പരിസരവും കുന്തിപ്പുഴ ആറാട്ടുകടവും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. 8:30 5 ഗജവീരന്മാരുടെയും വാദ്യങ്ങളുടെയും അകമ്പടിയോടെ വിശ്വാസികൾക്കിടയിലൂടെ കോമരങ്ങൾ തീർത്ത വഴിയിലൂടെ ഭഗവതി ആറാട്ടിനെഴുന്നള്ളി. ആറാട്ടുകടവിലെ തെങ്ങോല കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ കടവിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളിയ ഭഗവതിക്കൊപ്പം വിശ്വാസികളും ആറാട്ടുകടവിലെത്തി. 10 മണിയോടെ ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തി ക്ഷേത്രഗോപുരത്തിന് മുന്നിലെത്തിയപ്പോഴേക്കും മേജർ സെറ്റ് പഞ്ചവാദ്യം ഒരുങ്ങിയിരുന്നു. ഇതേസമയം ആറാട്ടുകടവിൽ 10,000 പങ്കെടുത്ത കഞ്ഞിപ്പാർച്ചയും നടന്നു. രാത്രി 9 നടന്ന ആറാട്ടെഴുന്നള്ളിപ്പിനും ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. CCN മണ്ണാർക്കാട്. ചെർപ്പുളശ്ശേരി സോൺ SYSന്റെ നേതൃത്വത്തിൽ ചെർപ്പുളശ്ശേരി ടൗണിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി. ഒറ്റപ്പാലം റോഡിൽ നിന്ന് ആരംഭിച്ച റാലി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്ന യുദ്ധവിരുദ്ധ റാലിയുടെ ഭാഗമായാണ് ചെർപ്പുളശ്ശേരിയിലും റാലി നടന്നത്. സമാപന സംഗമം റഫീഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. ഉമ്മർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. സൈദൽ വി മാസ്റ്റർ പൂതക്കാട് വിഷയാവതരണം നടത്തി. CCN ചെർപ്പുളശ്ശേരി. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് ആശ്വാസമായി നജീബ് കാന്തപുരം MLAയുടെ ഹെൽത്ത് കാർഡ് പദ്ധതി. പങ്കാളിത്ത ആശുപത്രികളിൽ നിന്ന് വിവിധ തരത്തിലുള്ള ചികിത്സാ ആനുകൂല്യങ്ങളാണ് കാർഡ് ഉടമകൾക്ക് ലഭ്യമാകുക. ഇവരൊക്കെ ഓരോ വ്യക്തികൾ ഓടിയാണ് ഒരു കുടുംബം പുലർത്തുന്നത്. ഒരു ദിവസം അവരുടെ ഒരു ജോലി മുടങ്ങുന്ന ഒരു ചെറിയ അസുഖം ഉണ്ടായാൽ പോലും അവർക്ക് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത അത്ര ദുർബലമായ സാമ്പത്തിക സാഹചര്യത്തിലൂടെയാണ്
അവരെല്ലാവരും പോകുന്നു. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള നിലയിൽ ഈ ഒരു ആനുകൂല്യത്തിന് അവരെ കൂടി ഉൾപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം, ഇന്ന് മുതൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ പെരിന്തൽമണ്ണ MLA ഓഫീസിൽ വെച്ച് വിതരണം ചെയ്യുന്നതാണ്. കുറഞ്ഞ വേതനത്തിൽ വലിയ സാമൂഹ്യ സേവനം നടത്തുന്ന തൊഴിലാളികൾക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി വിപുലീകരിച്ചത്. പെരിന്തൽമണ്ണയിലെ 10ഓളം പ്രമുഖ ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിൽ അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, ആശാ വർക്കർമാർ, പരിരക്ഷാ വളണ്ടിയർമാർ, കുടുംബശ്രീ CDS അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആംബുലൻസ് ഡ്രൈവർമാർ, ട്രോമ കെയർ വളണ്ടിയർമാർ, വഴിയോര കച്ചവടക്കാർ എന്നിങ്ങനെ വിവിധ മേഖലകളിലെ 1500ഓളം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുടെ തണലിലുണ്ട്. ഹെൽത്ത് കാർഡിന് പുറമെ 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. പദ്ധതിയുടെ ഭാഗമാകാൻ താൽപര്യമുള്ള പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ എത്രയും വേഗം MLA ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കരിമ്പുഴ തെരുവിൽ നിർമ്മാണം പൂർത്തീകരിച്ച കുന്തിപ്പുഴയുടെ വലതുകര സംരക്ഷണ ഭിത്തി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ നാടിന് സമർപ്പിച്ചു. 2024-25 വർഷത്തെ റിവർ മാനേജ്മെന്റ് ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചെർപ്പുളശ്ശേരിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ബജറ്റ് 121 കോടി രൂപയിലധികം വരവ് ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് വൈസ് ചെയർമാൻ C. ജയകൃഷ്ണൻ അവതരിപ്പിച്ചത്. വയോജനങ്ങൾക്കായി ഹാപ്പിനെസ് പാർക്ക്, നാട്ടുചന്ത, ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയ്ക്കും ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട്. മലപ്പുറം നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കാത്തതിനെതിരെ നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പടി പോലീസ് സ്റ്റേഷന് മുൻവശത്ത് ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. സ്റ്റാൻഡിൽ കയറാതെ സർവീസ് നടത്തിയ ബസ്സുകൾ തടഞ്ഞതോടെ ഡ്രൈവർമാരും ജനപ്രതിനിധികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തട്ടകത്തെ ഉത്സവ ലഹരിയിലാഴ്ത്തി മണ്ണാർക്കാട് പൂരം വലിയാറാട്ട് ആഘോഷിച്ചു. അരകുറിശി ഉദയർകുന്ന് ഭഗവതി രാവിലെ വലിയാറാട്ടിന് എഴുന്നള്ളിയതോടെ തട്ടകത്തിൽ പൂരാരവം പെയ്തിറങ്ങി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.